പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ട് മണ്ഡപത്തിൽ ആചാര ലംഘനം. ആറാട്ട് മണ്ഡപം കുടുംബശ്രീ മിഷന്റെ പരിപാടിക്കായി പാചകത്തിനായി ഉപയോഗിച്ചു. മാംസാഹാരങ്ങൾ ഉൾപ്പെടെ ആറാട്ട് മണ്ഡപത്തിൽ വെച്ച് പാചകം ചെയ്തു. പ്രശാന്ത് ശങ്കരമംഗലത്ത് തുടരുകയാണ്. പ്രശാന്ത്, ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ നിന്നും ഈ ഉപകരണങ്ങളും സാധനങ്ങളും അടക്കം കുടുംബശ്രീ പ്രവർത്തകർ മാറ്റുകയാണ്. വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് സംഘാടകർ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയത്. ഒപ്പം ഈ ഒരു ആചാര ലംഘനത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധവും ശക്തി പ്രാപിക്കുകയാണല്ലേ? തീർച്ചയായും ശക്തമായ രീതിയിൽ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ ഈ ഹിന്ദു ഐക്യവേദിയുടെ ആയാലും അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ഇവിടേക്ക് എത്തുന്നുണ്ട്. അവർ പ്രതിഷേധം പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ പറയേണ്ടത് സർക്കാരിൻ്റെ വീഴ്ചയെന്നാണ് ഇതിനെ ഏറ്റവും എടുത്തു പറയേണ്ടത്, അല്ലെങ്കിൽ നഗരസഭയുടെ വീഴ്ചയാണ്. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ തകർക്കുക എന്ന ലക്ഷ്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കാലങ്ങളായി പത്മനാഭസ്വാമി ക്ഷേത്രത്തെ തകർക്കുക, അതോടൊപ്പം തന്നെ ഈ യാത്രയ്ക്കുള്ള ഈ വിമാനത്താവളത്തിലേക്കുള്ള യാത്ര, അതായത് രഥയാത്ര നമുക്ക് അറിയാം, വളരെ പരിപാവനമായി നമ്മൾ നടത്തുന്നതാണ്. ആ യാത്ര തന്നെ, അതായത് പൈങ്കിനി അൽപ്പശി ഉത്സവങ്ങളുടെ ആറാട്ട് ഘോഷയാത്ര തന്നെ നിർത്തലാക്കണമെന്നൊരു അഭിപ്രായം നേരത്തെ ഉയർന്നിരുന്നു. അതായത് വിമാനത്താവളത്തിനുള്ളിലൂടെയുള്ള യാത്ര വേണ്ട എന്ന്, വിമാനത്താവളത്തിലൂടെ ഇത്തരം യാത്രകൾ നടത്താൻ പാടില്ല എന്ന് നേരത്തെ തന്നെ പല നിവേദനങ്ങളും നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ബിരിയാണി സൽക്കാരം നടത്തിയത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ പിണറായി വിജയൻ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്ത് ഇടതുപക്ഷം പറയുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭയുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ട്. കാരണം ഇതൊക്കെ നിർത്തലാക്കണം, അല്ലെങ്കിൽ അവർ പുരോഗമനം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ഒരു വിഭാഗത്തിൻ്റെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഹൈന്ദവ വിഭാഗത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഇല്ലാതാക്കണം, തകർക്കണം എന്നൊരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഉള്ളവരാണെന്ന് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇല്ലെങ്കിൽ ഒരിക്കലും ഇത് പറയില്ല. ഒരു സ്ഥലത്തൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം ഉണ്ട്. ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ സംരക്ഷിത കേന്ദ്രങ്ങളാണെങ്കിൽ ആ സംരക്ഷിത കേന്ദ്രങ്ങളെ അങ്ങനെ നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ മറ്റ് സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കും. തീർച്ചയായും നമുക്കറിയാം, മത്സ്യമാംസാദികളെല്ലാം നിഷിദ്ധമായ ഒരു സ്ഥലത്ത് അത് പാചകം ചെയ്താൽ, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ പരിപാടികൾ സംഘടിപ്പിക്കുകയും പാചകം ചെയ്തു കഴിഞ്ഞാൽ അതിനെ എത്രത്തോളം വിഷയമുണ്ടാകുമെന്നും എത്രത്തോളം ഗൗരവത്തോടെയാണ് ഇതിനെ ഭക്തർക്ക് എത്രത്തോളം മുറിവേൽക്കുമെന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്നിരിക്കുകയാണ് കുടുംബശ്രീയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ സ്ഥലം തുറന്നു കൊടുത്തത്. കഴിഞ്ഞ 3 ദിവസമായി, ഇന്ന് 4ാമത്തെ ദിവസമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിലാണ് ഈ ഫുഡ് ഫെസ്റ്റ് അടക്കം നടക്കുന്നത്. ഈ കഴിഞ്ഞ 3 ദിവസത്തേക്ക് വേണ്ടിയും ഇവിടെയാണ് ഈ ഇറച്ചിയും മത്സ്യവും മാംസവും അടക്കമുള്ളവ പാചകം ചെയ്തതും അതിൻ്റെ അവശിഷ്ടങ്ങളടക്കം നിക്ഷേപിക്കുക കൂടി ചെയ്തതെല്ലാം ഇവിടെയാണ്. അപ്പോൾ അത് ഈ 3 ദിവസവും ഇത് ആചാര ലംഘനം തുടർന്നുകൊണ്ടേയിരുന്നതാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ് പത്മനാഭസ്വാമിയുടെ ആറാട്ടുകടവ്. ആ ആറാട്ടുകടവിനെ ഇത്തരത്തിൽ രീതിയിൽ അലങ്കോലപ്പെടുത്തുന്ന രീതിയിൽ, നശിപ്പിക്കുന്ന രീതിയിൽ, ആചാര ലംഘനം നടത്തിക്കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു നിലപാട് സ്വീകരിച്ചത് അത് ഇവിടുത്തെ സംഘാടകരാണ്. ആ സംഘാടകർ ഇതിന് തീർച്ചയായും മറുപടി പറയേണ്ടി വരും. ഈ ഭക്തജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു നമ്മൾ അങ്ങനെ പറയുന്നതല്ലെങ്കിൽ പോലും മറ്റൊരു വിഭാഗത്തിൻ്റെ ആചാര ലംഘനത്തോട് അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിൻ്റെ ആചാരങ്ങൾ ഒരിക്കലും ഇത് കാണിക്കുകയില്ല. ഇത് പത്മനാഭസ്വാമിയുടേതായതുകൊണ്ടും ഹൈന്ദവ വിഭാഗത്തിൻ്റെ ആയതുകൊണ്ടെന്നാണ് ഇത്തരം ആചാര ലംഘനങ്ങൾ ഇവിടെ നടക്കുന്നതെന്നാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച BJPയുടെ പ്രതിനിധിയും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിനിധികളെല്ലാം പറയുന്നത്. കാരണം അത്രത്തോളം പ്രാധാന്യമുള്ള സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാതെ ഈ സ്ഥലം കണ്ടുകൊണ്ട് ഈ സ്ഥലത്ത് എന്തും ചെയ്യാമെന്ന രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ നടത്തിയത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇതിനെ കാണേണ്ടിയിരിക്കുന്നത്. വളരെ ഏറെ ഒരു വേദനാജനകമായ, അതായത് ഭക്തർക്ക് ഒരുപാട് മുറിവേൽക്കുന്ന കാര്യം കൂടിയാണ്. അനന്തപത്മനാഭസ്വാമിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഭക്തർക്ക് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയില്ല. അത്രത്തോളം വേദനാജനകമായ ഒരു സംഭവം ആണ് ഇവിടെ ഉണ്ടായത്. വളരെയേറെ വിഷമം ഇതിൽ എല്ലാവരും അറിയിക്കുന്നുണ്ട്. അതായത് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്ന പല ആളുകളും ഇതിലൊരു പ്രതിഷേധവും വിഷമവും സങ്കടവും അവരുടേതായിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട നടപടിക്രമങ്ങൾ, അതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തേണ്ടത്, ഏത് രീതിയിൽ നടത്തണം എന്നുള്ള എല്ലാം കാര്യങ്ങൾ ചിന്തിക്കാതെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അധികൃത ഭാഗത്തു നടത്തിയ
ശ്രമങ്ങളാണ് അല്ലെങ്കിൽ ഈ നീക്കങ്ങളാണ് ഇതിന് കാരണമായതെന്നാണ് ഇപ്പോൾ വിമർശനങ്ങളായിട്ട് ഉയരുന്നത്. 3 ഭാഗവും, അതായത് ഈ സ്റ്റേജിന്റെ പിൻഭാഗത്താണ് അടുക്കള സജ്ജീകരിച്ചിരിക്കുന്നത്. ആ അടുക്കള സജ്ജീകരിക്കുന്ന ഭാഗം പൂർണ്ണമായും ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുകയാണ്. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അറിയുകയുമില്ല ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒരിക്കലും മറക്കാനും. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, അതായത് കൃത്യമായ രീതിയിലുള്ള ബോധപൂർവമായ ഒരു ആചാര ലംഘനമാണ് നടന്നിരിക്കുന്നത്. ഒരു ആചാര ലംഘന നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.